ഒരു മാസം നീണ്ടുനിന്ന രാമായണ പാരായണത്തിന് സമാപനമാകുന്നു. ബ്രെയിൽ ലിപിയിലൂടെ രാമായണം ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ പാരായണം ചെയ്യുകയാണ് കൊല്ലം ആലാട്ടുകാവിലെ എസ് കൃഷ്ണകുമാർ. തന്റെ പരിമിതികളെ അവസരമാക്കി മാറ്റിയാണ് രാമായണ പാരായണത്തിലൂടെ കൃഷ്ണകുമാർ വേറിട്ട ശബ്ദമാകുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. കൊല്ലം വള്ളിക്കീഴ് തച്ചിരേഴുത്ത് കിഴക്കത്തിലെ കൃഷ്ണകുമാർ പൂർണ്ണമായും കാഴ്ച പരിമിതിയുള്ളയാളാണ്. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ചരിത്ര അധ്യാപകൻ. പക്ഷേ രാമായണവുമായി ഇഴചേർന്ന ബന്ധമാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ അധ്യാപകന്. കൊല്ലത്തെ വീടിനടുത്തുള്ള ആലാട്ടുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ രാമായണം വായിക്കുന്നത് കേട്ടാണ് കൃഷ്ണകുമാർ രാമായണത്തോടടുക്കുന്നത്. രാമായണത്തിലേക്ക് ഞാൻ ആകർഷണനായത് ഭക്തിമൂല്യം അല്ല, ശരിക്കും അതിൻ്റെ സാഹിത്യമൂല്യം മനസ്സിലാക്കിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഈ സീത ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അത് കേട്ടിട്ട് അതിലാണ് ഞാൻ സ്ട്രൈക്കായത്. പരമാത്മാവാകുന്ന ബിംബത്തിന് പ്രതിബിംബം പരികിൽ കാണുന്നത് ജീവാത്മാവറിയണം. ശരിക്കും ഭയങ്കരമായ അദ്വൈത സിദ്ധാന്തമാണ്. കാരണം ഞാനും നീയും ഒന്നുമല്ല, ഞാനും ഇല്ല നീയും ഇല്ല, എല്ലാം ഒന്നാണ്, പരമാത്മാവാണെന്നുള്ള ആ ഒരു സങ്കല്പം ശരിക്കും ഒരു അരമണിക്കൂർ അതങ്ങ് സ്ട്രക്ക് ചെയ്തു. വല്ല രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ബ്രെയിൽ ലിപിയിലൂടെ തൊട്ടറിഞ്ഞ് രാമായണം ഹൃദയസ്ഥമാക്കി. ഭാഗവതം, മറ്റ് പുരാണ പാരായണങ്ങൾ, ആത്മീയ പ്രഭാഷണങ്ങൾ, തന്റെ പരിമിതികൾ മറന്ന് ക്ഷേത്രങ്ങളെയും ഭവനങ്ങളെയും കൃഷ്ണകുമാർ ഭക്തിസാന്ദ്രമാക്കുന്നു. ശംഭുകുമാര ജഗന്മയാ ചിന്മയാ പാർവതി സുനു ജഗന്മയാ ഈശ്വര സർവപ്രീതിദായക നിരന്തര. രാമായണവും ഭാഗവതവും ശ്രുതിമധുരമായി സ്ഫുടതയോടെ വായിക്കുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നാരായണ ജയ വരദ ഹരി കൃഷ്ണ. ചെറുതിലെ സംഗീതം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയുള്ള ഗോപിനാഥ് സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. കൊല്ലം ഗോപി സാറ് അദ്ദേഹമില്ല. പക്ഷേ എനിക്ക് ആ മേഖല ആയിരുന്നില്ല ഭഗവാൻ തമ്പുരാൻ കരുതി വെച്ചത്. ക്ഷേത്രങ്ങളിൽ അധികം പ്രചാരമില്ലാത്ത ഹരികഥ പുതുതലമുറയ്ക്ക് കൂടി വീണ്ടും പരിചയപ്പെടുത്തുകയാണ് കൃഷ്ണകുമാർ. ഭർത്താവോടം നേരം ചോദിച്ചു ഭഗവതി ചോദിക്കാണല്ലോ, നാഥ പ്രാണനാഥ, എന്തുകൊണ്ടാണ് അങ്ങ് മറ്റു ഭക്തന്മാരെ ശ്രദ്ധിക്കുന്നത്, എന്നെ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഭഗവാൻ ചിരിക്കുകയാണ്. പ്രിയേ കേൾക്കൂ. മുന്നം ഋഷീന്ദ്രനാം നാരദൻ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ പൊരുളൻ ഭഗവതി ചൊല്ലിടാം ഉത്തരം കേട്ടാലും മമരമേ ഞാനായിടും ദോരനമ്മേ നാരായണ. ആകാശവാണിയിലൂടെ സുഭാഷിതവും അവതരിപ്പിക്കാറുണ്ട് കൃഷ്ണകുമാർ. പരിമിതികൾ മറന്ന് ഭക്തിയുടെ പൂർണ്ണതയിലേക്ക് സ്വയം നടന്നെടുക്കുന്ന കൃഷ്ണകുമാർ കാണാത്ത കാഴ്ചകളും രാമായണ ശീലുകളും ഉൾക്കണ്ണിലൂടെ വായിച്ചെടുക്കുകയാണ്. അകക്കണ്ണിലൂടെ രാമായണം വായിച്ച് ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ സാർ. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലം വള്ളിക്കയിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ.